അച്ഛാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ ഇന്നലെ അച്ഛൻ കണ്ടല്ലോ അല്ലേ? ഇന്നലെ നമ്മളെ എല്ലാം ആകാംക്ഷഭരിതരാക്കി മണിക്കൂറുകളോളം നമ്മളിങ്ങനെ പ്രാർത്ഥനയിൽ കാത്തിരുന്നു. അവസാനം നമ്മളെല്ലാം സമ്മിശ്ര വികാരങ്ങളോടെ മടങ്ങി. കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചില്ല. കറുത്ത പുക കണ്ടു, എല്ലാവരും തിരിച്ചുപോയി. ഇന്ന് പ്രതീക്ഷയിലൂടെയാണ് എല്ലാവരും ഉണർന്ന് എഴുന്നേറ്റിരിക്കുന്നത്. ഇന്നത്തെ പ്രതീക്ഷ, ഇന്ന് നമുക്ക് പപ്പായെ കിട്ടും. ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നത് മാത്രമേ ഇന്നത്തെ ഒരു സന്ദേഹത്തിന് ഇടവരുന്നുള്ളൂ. അച്ഛൻ ഇതിനെ മൊത്തത്തിൽ അച്ഛൻ നോക്കിക്കാണുമ്പോൾ അച്ഛൻ്റെ ഒരു വിലയിരുത്തലുകൾ ഒന്ന് പറയാമോ? അതിൽ കൂടുതൽ എനിക്ക് ആദ്യം ചോദിക്കാനുള്ള അച്ഛാ, ഇന്നലത്തെ ദിവസത്തെ എങ്ങനെയാണ് അച്ഛൻ അത് ജീവിച്ചത്? ഇന്നലെ ഒരു 12:30 വരെ നമ്മള് തത്സമയം ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു? അപ്പൊ ഒത്തിരി സന്തോഷം. ഇന്നലെ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന കോൺക്ലേവ് ഇന്നലെ ആരംഭിച്ചു. നമുക്കറിയാം, അത് ഒരു പ്രാർത്ഥനാപൂർവമായ ധ്യാനവും അതൊക്കെ ശേഷമാണ്, വളരെ പ്രാർത്ഥനയോടെയാണ് കർദിനാളന്മാരെല്ലാവരും ഒരു ഓത്തൊക്കെ എടുത്ത് സിസ്റ്റൈൻ ചാപ്പലില് പ്രവേശിച്ചത്. ഏകദേശം ഇന്നലെ തീരുമാനമാവില്ലെന്ന് ഏകദേശം നമുക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഏകദേശം 80% ആൾക്കാർക്കും 80% നമുക്ക് ഉറപ്പായിരുന്നു അത് തെരഞ്ഞെടുക്കപ്പെടുകയില്ലെന്നുള്ളത്. കാരണം നമുക്ക് തുടക്കമാണ്, എല്ലാവരും പരിചയപ്പെടണം, പിന്നെ വോട്ടിങ്ങിന്റെ ഒരു രീതികള്, പിന്നെ ആൾക്കാര് അതിലേക്ക് വരുന്നു, അതനുസരിച്ചായിരിക്കാം വരുന്നത്. ഇതെല്ലാം നമുക്ക് ദൈവത്തിന്റെ വലിയൊരു ഇടപെടലിന്റെ ഭാഗമായിട്ട് കണ്ടാൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ പ്രശ്നം കാണേണ്ട കാര്യമില്ല. അത് മെത്രാന്മാര് ദൈവ നിയോഗപ്രകാരം അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതാണ്. നമുക്ക് വിശ്വാസികൾ എന്ന രീതിയിൽ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അച്ഛന്റെ ചിന്തകൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അച്ഛന്റെ മനസ്സിൽ വരുന്നത്? അതെ, എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ 2 റൗണ്ട് വോട്ടെടുപ്പും പിന്നെ ഉച്ച കഴിഞ്ഞ് 2 റൗണ്ടുമാണ്. തീർച്ചയായിട്ടും അതിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്കറിയത്തില്ല, അതെല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതാണ്. ദൈവം തെരഞ്ഞെടുത്ത ഒരാളെ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ലഭിക്കുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇന്നത്തെ രീതികൾ എങ്ങനെ പോകുമെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അവിടെ ഉള്ളിൽ നടക്കുന്ന എന്താണെന്നും ഒന്നും നമുക്കറിയില്ല. എങ്കിലും വളരെ പ്രതീക്ഷയോടെയാണ് ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹം, ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. പല പേരുകൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നമുക്ക് അറിയാം, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പില് പറയപ്പെട്ട പേരുകളൊന്നും അല്ല വന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കതൊരു ദൈവിക സ്വരമായി, ദൈവിക തെരഞ്ഞെടുപ്പായി കണ്ട് അതിനെ കാത്തിരിക്കണം. അവിടെ ഗസ്റ്റ് വർക്കുകൾക്കൊന്നും വലിയ സ്ഥാനമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ മാർപ്പാപ്പയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫ്രാൻസിസ് 2, അതായത് അതൊരു കൺസെപ്റ്റാണ്, പേരല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തുടർച്ചയുണ്ടാകും എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നൊക്കെ കണക്കൂട്ടുന്നുണ്ട്. പുതിയ മാർപ്പാപ്പയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരിക്കണം ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ ത്രസ്റ്റ് ഏരിയ? പുതിയ പാപ്പ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികള്, സാധ്യതകള്, ഇതൊക്കെ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും കൊച്ചുറാൻ ചേച്ചി പറഞ്ഞതുപോലെ നമ്മള് ജീവിതത്തിൽ കണ്ട, ഇപ്പൊ ഞാൻ എന്റെ ചെറുപ്പം മുതലേ കാണും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ബെനഡിക്ട് മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ. ഞാൻ റോമിൽ പഠിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കാണാനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പോഴെല്ലാം ഫ്രാൻസിസ് പാപ്പയുടെ ശൈലി ഫ്രാൻസിസ് പാപ്പയുടെ ശൈലി വളരെ സ്വീകാര്യമായിരുന്നു. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും ജനമനസ്സുകളിലുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഓർമ്മകള്, ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഓർമ്മകള്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മകള്. തീർച്ചയായിട്ടും ഇവർക്കെല്ലാവർക്കും ഓരോരോ ശൈലികളാണ്. ഇപ്പൊ പുതിയ വരുന്ന ആള് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശൈലിയിലായിരിക്കും പോകുന്നത്. എന്നാലും ഈ മാർപ്പാപ്പമാരിൽ നിന്നൊക്കെ സ്വീകരിച്ച നല്ല ഗുണങ്ങൾ തീർച്ചയായിട്ടും സഭയുടെ ഭരണക്രമത്തിലേക്കും എല്ലാം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ മാർപ്പാപ്പയെ പറ്റി ചോദിച്ച ചോദ്യത്തില് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്തയിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഒരു പുഞ്ചിരിക്കുന്ന, എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന, പാവങ്ങളോട് കരുണ കാണിക്കുന്ന, എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന, പിന്നെ ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന, വേദനിക്കുന്നവരുടെ കൂടെ ചേരുന്ന തരത്തിലുള്ള നല്ല ഒരു പാപ്പായെ ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് തെരഞ്ഞെടുത്ത് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർപ്പാപ്പ എന്ന് പറയുന്നത് കേവലം കത്തോലിക്കരുടെയോ ക്രിസ്ത്യാനികളുടെയോ മാത്രമല്ല, അത് ലോക മനസാക്ഷിയുടെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. മൊറാലിറ്റി, ധാർമ്മികതയെക്കുറിച്ച് ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ആൾരൂപമാണ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒരു യുദ്ധത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് മാർപ്പാപ്പമാരുടെ സ്വരം
അവരെന്ത് സംസാരിക്കുന്നു. യുദ്ധത്തിന് എല്ലാവരും എതിരായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ തീർച്ചയായും. യുദ്ധം തിന്മയാണ്, ഏറ്റവും വലിയ തിന്മയാണെന്ന് വരെ പറഞ്ഞായിരുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പുതിയ മാർപ്പാപ്പ എടുക്കേണ്ട നയം, പ്രത്യേകിച്ച് മനുഷ്യ ജീവന് വേണ്ടിയുള്ള സ്വരം, അതൊക്കെ എപ്രകാരമാകാനാണ് സാധ്യത? അതെ, തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞതുപോലെ എവിടെ യുദ്ധം ഉണ്ടായാലും അതിനുള്ളിൽ സഫർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് ഏത് രാജ്യത്ത് നടന്നാലും. ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം യുക്രൈനിൽ റഷ്യയുമായിട്ടുള്ള യുദ്ധമുണ്ട്, പാലസ്തീൻ ഇസ്രായേലുണ്ട്. ഇതെല്ലാം ലോക സമാധാനത്തിന് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇതിൽ സഹിക്കുന്ന നിരപരാധികൾ ഒത്തിരി പേരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മാർപ്പാപ്പ എന്ന രീതിയിൽ മാർപ്പാപ്പയുടെ സ്വരത്തിന് എപ്പോഴും ഒരു വില കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാര കർമ്മങ്ങളിൽ ഒരുപാട് ലോക നേതാക്കൾ എത്തുകയുണ്ടായി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാർപ്പാപ്പ എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവനായിട്ട് സമാധാനം നൽകുന്ന ഒരു ഈശോയുടെ ഒരു പ്രതിരൂപം എന്ന രീതിയിൽ അവർ കാണുന്നു. ദൈവത്തിന്റെ പ്രതിരൂപം എന്ന രീതിയിൽ അവർ കാണുന്നു, ബഹുമാനിക്കുന്നു. ഒരുപാട് വിശ്വാസികളുള്ള കത്തോലിക്ക സഭയെ നയിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും മാർപ്പാപ്പന്മാര് പറയുന്ന സ്വരങ്ങൾക്ക് അർത്ഥം കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് ലോകത്തിലുള്ളത്. തീർച്ചയായിട്ടും സമാധാനത്തിന് വേണ്ടി തീർച്ചയായിട്ടും നിലകൊള്ളുന്നവരാണ് മാർപ്പാപ്പന്മാരെ കാലാകാലങ്ങളിലേക്ക്. അതുകൊണ്ട് പുതിയ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ ഏഞ്ചലൂസ് പ്രയറിലുള്ള പ്രസംഗങ്ങള്, മറ്റ് പ്രസംഗങ്ങള്, ലോകത്തോടുള്ള പ്രസംഗങ്ങള്, ഇതെല്ലാം ലോകസമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന രീതിയിൽ അവർ പറയും, മാർപ്പാപ്പന്മാർ പറയുന്ന കാര്യത്തില് യാതൊരു സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ലോകസമാധാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം. ഇതിൽ നിരപരാധികൾ ഒത്തിരി വേദനിക്കുന്നുണ്ട്. നമുക്ക് യുദ്ധത്തിന്റെ കെടുതികൾ നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറമാണ്. തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ സ്വരം തീർച്ചയായിട്ടും ഈ ഒരു സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്വരമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഏത് മാർപ്പാപ്പ വന്നാലും സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം മനുഷ്യജീവന്റെ കാര്യം സംസാരിച്ച പോലെ തന്നെയാണ് പ്രകൃതി സംരക്ഷണം, ഇക്കോളജി, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഇതിനൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒത്തിരി പ്രാധാന്യം കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് പ്രബോധനങ്ങളുടെ ഭൂമി ദൈവത്തിന്റെ വരദാനമാണ്, ഇതിനെ നശിപ്പിക്കാൻ പാടില്ല. ഇന്നലത്തെ പ്രത്യേകത കണ്ടത് ആ പുകക്കുഴലിന്റെ അടുത്ത് 2-3 സീകൾ അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ വട്ടമിട്ട് പറയുന്നത്. ഒരു പക്ഷേ വത്തിക്കാന്റെ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാണുമ്പോഴേ ആത്മകമായി നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? പ്രപഞ്ചം മുഴുവൻ ഈ ഒരു കാത്തിരിപ്പിനായി നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ? ആ ഒരു പ്രപഞ്ചം മുഴുവൻ നമ്മൾ പറയലേ ദൈവ സൃഷ്ടിക്ക് അല്ലെങ്കിൽ അതിന്റെ ഈറ്റുന്നോവിനെ പുതിയ പാപ്പായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സീകളിനെ വരെ നമ്മൾ ഇന്നലെ കണ്ടു. അച്ഛന്റെ ഒരു വിലയിരുത്തൽ പ്രകാരമാണ്. റോമില് ഞാൻ അവിടെ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഇതുപോലുള്ള പക്ഷികള് എപ്പോഴും അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെയൊക്കെ പള്ളികളില് ചുറ്റും പ്രാവുകൾ കാണാറുണ്ട്. പക്ഷികൾ ഉണ്ടെന്നുള്ളതല്ല, അത് ആ പുകക്കുടലിന്റെ അടുത്ത് വന്ന് ഇരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അതെ അതെ അതെ, അത് തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ കൃത്യത പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സമാധാനത്തിന്റെ ഇടങ്ങളിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള പക്ഷികള് വരുന്നതും ഇരിക്കുന്നതും സമയം ചെലവഴിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞ പോലെ പ്രകൃതി സംരക്ഷണം പ്രത്യേകിച്ച് സഭകളുടെ ഒരു പ്രത്യേകത ആണ് എന്ന് നമുക്കറിയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുപാട് ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ലൗദാത്തോ സി എന്ന കാക്രിയലേഖനം എഴുതി. വളരെ മനോഹരമായിട്ട് പ്രകൃതിയെ ഒരു അമ്മയെ പോലെ കരുതണം എന്ന ഫ്രാൻസിസ് അസിസിയുടെ തന്നെ ചിന്തകള് അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ ലോകത്തോട് പ്രകൃതി സംരക്ഷണത്തെ പറ്റി പറഞ്ഞത്. ഇത് നമുക്കറിയാം, നമുക്ക് ഉഷ്ണം കണ്ടമാനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. മരങ്ങൾ പിഴുതെറിയപ്പെടുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ കൂടി, കെട്ടിടങ്ങൾ വർദ്ധിക്കുന്നു, മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഭൂമിക്ക് തന്നെ അതൊരു ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് പ്രകൃതിക്കെതിരെയുള്ള മനുഷ്യന്റെ കടന്നുകയറ്റങ്ങളിൽ നിന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും മാർപ്പാപ്പമാരെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട സമീപനങ്ങളാണ് എടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും പുതിയ മാർപ്പാപ്പ വരുമ്പോഴും ആ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ആ ഒരു ചിന്താധാര തുടർന്നു. അച്ഛാ, അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വെച്ച ചില വിവാദങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, LGBTQ ആകാം, ലെസ്ബിയൻ ആകാം, അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപക്ഷെ മൈഗ്രൻസ്, പ്രവാസികളെ അഭയാർത്ഥികളോടുള്ള സമീപനമാകാം,
ഏറെ വിമർശനങ്ങൾക്ക് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വശത്ത് ജനകീയ മുഖം കാണിക്കുമ്പോഴും മറുവശത്ത് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചുമൊക്കെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പുതിയ മാർപ്പാപ്പ ഈ മേഖലകളിലൊക്കെ എങ്ങനെയായിരിക്കാം ഇതിനെയൊക്കെ സമീപിക്കാൻ സാധ്യതയുള്ളൂ? തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും മാർപ്പാപ്പയുടെ സമീപനങ്ങളോട് ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളുമാണ്. പക്ഷെ മാർപ്പാപ്പ അന്നെല്ലാം അത് കൃത്യമായിട്ട് അതിനുള്ള മറുപടികൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പ് നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു ഈ മൈഗ്രൻസിന്റെ പ്രശ്നം. മാർപ്പാപ്പയുടെ കണ്ണിൽ അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിൽ പോയി ഒരു പ്രവാസിയെ പോലെ ജീവിച്ച് കുടുംബം വളർന്നതാണ്. അതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും മൈഗ്രൻസിന് വേണ്ടി സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് ഒരു ചൂഷണം പോലെ ഒരു രാജ്യത്ത് യുദ്ധമുണ്ടായി മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കാറാനുള്ള തന്ത്രമായിട്ട് ഏതെങ്കിലും വ്യക്തികൾ ഇത് ഉപയോഗിക്കുമ്പോഴാണ് അവിടെ മൈഗ്രൻസിന്റെ കാര്യത്തിലുള്ള പ്രശ്നം പൊതുസമൂഹത്തിനും വലിയ ബാധ്യതയായി മാറുന്നത്. മാർപ്പാപ്പ പക്ഷേ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് എടുത്തത് അന്ന്. തീർച്ചയായിട്ടും അത് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇറ്റലിയിലെ ഒരുപാട് ഇടവകകൾ ഇങ്ങനെയുള്ളവരെ സ്വീകരിക്കുകയും അവരുടെ പള്ളിമുറികളിൽ താമസിക്കുകയും ഒക്കെ ചെയ്തത് മാർപ്പാപ്പ പറഞ്ഞിട്ട് തന്നെയാണ്. യൂറോപ്പിലെ പല പള്ളികളും അങ്ങനെ പല കുടുംബങ്ങളെയും ദത്തെടുത്ത് സ്വന്തം ഇടവകളിലും പള്ളിമുറികളിലും ഒക്കെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട ഭക്ഷണവും മരുന്നും വസ്ത്രവും എല്ലാം നൽകിയിട്ടുണ്ട്. സഭയുടെ എപ്പോഴും ഉള്ള കൺസേൺ ആണ് വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കുക, അവർക്ക് ബുദ്ധിമുട്ട്. അതിലൊക്കെ സഹിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അമ്മമാരുണ്ട്. അവരെയൊക്കെ കരുതൽ കൊടുക്കുന്ന രീതിയിലാണ് മാർപ്പാപ്പ പെരുമാറിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള സത്യസന്ധമായ രീതികളിൽ എപ്പോഴും ശ്രദ്ധാപൂർവം ഇതിനെ സമീപിക്കുന്ന രീതി മാർപ്പാപ്പമാർ തുടരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പൊതുസമൂഹത്തില് ആരും അവഗണിക്കപ്പെടാൻ പാടില്ല, ആരെയും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളൊരു സമീപനമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ നല്ല ചിന്തകൾ തീർച്ചയായിട്ടും പുതിയ മാർപ്പാപ്പയും പിന്തുടരാൻ എനിക്ക് തോന്നുന്നു. നമ്മൾ നല്ലൊരു കണ്ടിന്യൂറ്റി തുടർച്ചയാണ് സഭയിൽ കാണുന്നത്. ഒരു കരോൾ വൈറ്റീവായും ഒരു കാർഡിൽ റാറ്റ്സിംഗറും ഒരു ബെർഗോളിയും ഒക്കെ അല്ലേ, പിന്നീട് അവരുടേതായ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഹോളി മാൻ എന്നാണ് പറയുന്നത്. ഒരു ബെനഡിക്ട് 16 മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് തിയോളജിയൻ അല്ലെങ്കിൽ വളരെ കർക്കശമുള്ള നിലപാടുകളുള്ള ആള്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ കരുണയുടെ മുഖമാണ്. ഇവിടെ പലരും വന്നിച്ചപ്പോൾ കരുണയും ജോയും, മേഴ്സി ആൻഡ് ആനന്ദം അല്ലെ, ജോയ്, ഇതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖമുദ്ര എന്ന് നമ്മുടെ ചാനലിൽ വന്ന പലരും പറയുകയുണ്ടായി. ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെ വേണം. പലരും ആക്ഷേപിക്കുന്നുണ്ട് സഭയുടെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തൊക്കെയോ ലൂസായി പോയി, അതൊന്ന് അടുത്ത മാർപ്പാപ്പ ഇച്ചിരി കൺസർവേറ്റീവ് ആകണം എന്ന് പലരും ആവശ്യപ്പെടുകയുണ്ടായി. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പലരും സംസാരിക്കുന്നതായിട്ട് ഞാനും കേട്ടു. ടീച്ചർ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ഒത്തിരി ലിബറൽ ആകുമ്പോൾ ഒരു കൺസർവേറ്റീവ് ആള് വരണമെന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തയുണ്ട്. കാരണം നമുക്ക് കത്തോലിക്ക സഭയുടെ ഒരു സ്ട്രക്ചർ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ 3 മാർപ്പാപ്പമാര് നമുക്ക് കണ്ടിട്ടുള്ള ജോയി ആയിട്ട് പെരുമാറുകയും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു രീതി. ബെനഡിക്ട് മാർപ്പാപ്പ ഒത്തിരി നമുക്കറിയാം ഒരു കൺസർവേറ്റീവ് രീതിയിൽ പ്രത്യേകിച്ച് ലിറ്റർജി അങ്ങനെയുള്ള കാര്യത്തില് വളരെ സഭയുടെ നിലപാടുകൾ ചേർന്ന് വരുന്ന പഠനങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ വേറിട്ടൊരു ശൈലിയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു മധ്യവർത്തി എന്ന രീതിയിലുള്ള ഒരു മാർപ്പാപ്പയായിരിക്കും കൂടുതൽ നല്ലത്. കൂടുതൽ കൺസർവേറ്റീവ് ആകാൻ പാടില്ല, കൂടുതൽ ലിബറേറ്റീവ് ആകാൻ പാടില്ല. അതിന്റെ മധ്യത്തിൽ സഭയെ നയിച്ചാലേ എനിക്ക് തോന്നുന്നു ജനങ്ങളിൽ സ്വീകാര്യനാവുകയുള്ളൂ. എന്നാൽ സഭയുടെ സ്ട്രക്ചറുകൾ നഷ്ടപ്പെടുത്തരുത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന സഭയുടെ ലിറ്റർജി ആണെങ്കിലും അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും കാലാകാലങ്ങളായി തുടരുന്ന നല്ല കാര്യങ്ങൾ മുറുകെ പിടിക്കുകയും എന്നാൽ ജനങ്ങളോടൊക്കെ വളരെ ലിബറലായിട്ട് പെരുമാറുകയും സ്നേഹത്തോടെ പെരുമാറുകയും അവരെ ചേർത്ത് വെക്കുകയും അവരുടെ വേദനകളിൽ കൂടുതൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു മാർപ്പാപ്പ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ് അച്ഛ. ഒരു വശത്ത് സഭയുടെ സ്ട്രക്ചറൽ ബ്യൂട്ടി നിലനിർത്തുകയും അല്ലെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കും, എന്നാൽ മറുവശത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ തക്ക വിധത്തിലുള്ള വിശാല കാഴ്ചപ്പാടുള്ള മാർപ്പാപ്പ വരണമെന്നാണ് അച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഡിജോ, ഒരു കാര്യം കൂടി എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാന നിമിഷം കൂടിയാണ്. കൂവക്കാട് പിതാവ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മളത് കണ്ടു. ഒപ്പം പിതാവിന് ഈ ഒരു സിസ്റ്റൈൻ ചാപ്പലിൽ ഈ ഒരു വോട്ടിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിർണായക ചുമതലകളൊക്കെ ഉണ്ട് ഈ ഒരു വോട്ടിങ്ങിന്റെ രീതിയിൽ.
അതിനെങ്ങനെയാണ് അച്ഛൻ നോക്കി കാണുന്നത്? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സീറോ മലബാർ സഭയ്ക്കും പ്രത്യേകിച്ച് ഭാരത സഭയ്ക്കും അഭിമാനമാണ്. നമുക്കറിയാം മകൻ നമ്മുടെ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ ഭാഗമാകുന്നത്. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയിൽ നിന്ന് പങ്കെടുക്കുന്നത് കൂവക്കാട് പിതാവാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു ജൂനിയർ കാർഡിനലായതുകൊണ്ട് അദ്ദേഹത്തിന് കോൺക്ലേവില് തീർച്ചയായിട്ടും ചില ഓഫീസസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഫീസസ് അതെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് അദ്ദേഹം അത് നിർവഹിക്കും. അദ്ദേഹം എനിക്ക് വ്യക്തിപരമായിട്ട്, ഞാനും ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ളതാണ്. അപ്പൊ വ്യക്തിപരമായിട്ട് അദ്ദേഹം റൂമിലുണ്ടായിരുന്നപ്പോഴും ഒക്കെ വളരെ ലാളിത്യത്തോടെ പെരുമാറുകയും പാവങ്ങളോട് കരുണ കാണിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലി ചെയ്ത സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വലിയ ഉള്ള ഒരു വ്യക്തിയായിരുന്നു കൂവക്കാട് പിതാവ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ശൈലി മനസ്സിലാക്കി അദ്ദേഹത്തെ കർദിനാളാക്കി ഉയർത്തിയപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സീറോ മലബാർ സഭയുടെ ഒരു മകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. പ്രത്യേകിച്ച് കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും ഉള്ള ഒരു അംഗീകാരമായിട്ടായിരുന്നു നമ്മൾ അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹവും വളരെ പ്രാർത്ഥനയോടെ ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുമ്പോൾ നമുക്കും അദ്ദേഹത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹം ഉൾപ്പെടുന്ന കർദിനാൾ സംഘം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു ധ്യാനാത്മകമായ ഒരു പ്രോസസ്സിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓർത്ത് അഭിമാനിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരുപാട് നല്ല ശൈലികൾ അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഭാവിയിലും ഒത്തിരി സഹായകരമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.